ഇൻ്റലിജൻസ് ഇൻഫർമേഷനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ ACPയുടെയും ഡാൻസ് ഓഫ് ടീമിൻ്റെയും കളമശ്ശേരി പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ അതിൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ ഒരു വ്യാപകമായ റെയ്ഡ് നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഏകദേശം 2 കിലോയോളം കഞ്ചാവ് കിട്ടുകയും 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 കേസുകളിലായിട്ടാണ്. 2 നിലകളുള്ള ഹോസ്റ്റലാണ്. 2 നിലകളിലും 10 റൂമുകൾ വീതമാണുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ട് എടുത്തത്. ഒരു കേസിൽ 2 വിദ്യാർത്ഥികളായിരുന്നു. അത് 9 ഗ്രാം കിട്ടിയ റൂമിൽ 2 വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ മേശയിൽ നിന്ന് അവരുടെ പൊസഷനിൽ നിന്നാണ് കിട്ടിയത്. മറ്റൊന്ന് 1 കിലോ 900 ഗ്രാം. അങ്ങനെ 2 കേസുകളാണ് നമ്മൾ ഇന്നലെ നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരം ഉണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിന് ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ കേസുകളുടെ. ആളുകൾ ഈ കഞ്ചാവ് കച്ചവടം ചെയ്യാനായിട്ട് തന്നെ അത് ശേഖരിച്ചതാണോ, അത് വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ആ വിവരങ്ങൾ? വിദ്യാർത്ഥികൾക്കിടയിൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലാണ്. അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, നമുക്ക് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ, ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ആഘോഷം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർ വ്യാപകമായ രീതിയിൽ ഈ കഞ്ചാവ് കളക്ട് ചെയ്തതെന്നും പിരിവ് എടുക്കുന്നതെന്നൊക്കെയാണ് കിട്ടിയ ഇൻഫർമേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഈ വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ഇവിടെ ഈ ഹോസ്റ്റലിൽ ഈ വിദ്യാർത്ഥികൾ ഈ കഞ്ചാവ് അല്ലെങ്കിൽ നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ അറിയാമായിരുന്നു. അതെല്ലാം നമ്മൾ വ്യക്തമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ കേസ് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ക്യാമ്പസിനകത്തും പുറത്തുനിന്നുള്ളവരുടെയും എല്ലാ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വിശദമായ ഒരു അന്വേഷണം നടത്തിയാലാണ് മറ്റുള്ളവരുടെ പങ്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജാമ്യം കൊടുത്തു വിട്ടവർക്കോ മറ്റുള്ളവർക്കോ ഈ പ്രധാനപ്പെട്ട കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ ആ കേസിലേക്ക് ഉൾപ്പെടുത്തും. ആ കാര്യത്തിന് യാതൊരു സംശയമില്ല. കഴിഞ്ഞ വർഷം അവിടെ എക്സൈസ് 100 ഗ്രാം കഞ്ചാവ് പിടികൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ പിടികൂടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്ഥിരമായി ഇങ്ങനെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നു എന്നുള്ളത് തന്നെയല്ലേ അത് വ്യക്തമാക്കുന്നത്? പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. വിദ്യാർത്ഥികളോ മറ്റു വ്യക്തികളോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പും എക്സൈസും പോലീസും അവിടെ ചെറിയ ക്വാണ്ടിറ്റി കേസുകളെല്ലാം എടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു സാന്നിധ്യവും പോലീസ് എപ്പോഴും നിരീക്ഷിച്ചു വരുന്നൊരു സ്ഥലവുമാണ്. ഏകദേശം ചില സൂചനകളുണ്ട്. അത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കിയാലേ നമുക്കത് പറയാൻ പറ്റൂ. അപ്പോൾ ഈ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പോൾ 2 കിലോ അടുത്ത് പിടിച്ച റൂമിൽ 2 വിദ്യാർത്ഥികളുള്ളത്. ഒരു വിദ്യാർത്ഥി ആ സമയത്ത് പുറത്തായിരുന്നു. അപ്പോൾ ആ റൂമിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥി പറയുന്നത് അവിടെ തുറന്നിട്ടിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ സാറ് സൂചിപ്പിക്കുന്നുണ്ട് വെളിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നടപടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളെന്ന് കൂടെ മനസ്സിലാക്കണം. അവിടെ ഫ്രീ ആയിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ പരിചയമുള്ള വിദ്യാർത്ഥികളോ നേരത്തെ പഠിച്ചിരുന്നവരോ താമസിച്ചിരുന്നവരോ ആകാം. അത് നമ്മൾ വ്യക്തമായി പരിശോധിച്ചാലേ ആ കാര്യം പറയാൻ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ളവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അല്ല, അതും സാർ ചോദിച്ചത്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവർ അതിൻ്റെ ഒരു ഇരകളാക്കപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ളവർ വന്ന് കടന്നുകൂടുകയും ഈ റൂമുകളിൽ കയറുകയും വിൽപ്പനയ്ക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അവരുടെ പോക്കറ്റിൽ നിന്നല്ല റൂമിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുന്നത്. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. നിലവിൽ പിടിയിലായ ഒരാൾ ആ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മറ്റ് 2 പേരും അവിടുത്തെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇവരിതിലെ ആരോപണം പറയുന്നത് ഇവർക്കിതിലൊരു പങ്കുമില്ല എന്നുള്ളത്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കുന്നുണ്ടോ?
അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല. അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ആരായാലും ആ കുറ്റം വ്യക്തികൾ അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല സാർ, നിലവിൽ പിടികൂടിയ ആളുകൾ, പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത ആളുകൾ, അവർക്ക് ഈ കുറ്റത്തിൽ പങ്കുള്ളതായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അവർ കയ്യോടെ പിടികൂടിയ കേസാണ്. അപ്പോൾ അതിൽ പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പ്രത്യേകിച്ച് റൂമിൽ 2 പേർ താമസിക്കുന്നു സാർ, ഒരു റൂമിൽ 2 പേർ താമസിക്കുന്നു, അതിൻ്റെ മേശയിൽ നിന്ന് സാധനം ലഭിക്കുന്നു. അപ്പോൾ 2 പേരും ഇതിൻ്റെ അകത്ത് ഒരുപോലെ കുറ്റവാളികളാണെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് എത്രത്തോളം? അത് 2 പേരല്ല, ഒരു റൂം സാധാരണ അവിടെ 3 പേർക്കാണ് ഒരു റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേർക്കും തുല്യ അവകാശമുള്ള റൂമിൽ അവരറിയാതെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രാബാൻഡ് വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് അതിലെ പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇനി മറ്റുള്ളവർക്കുള്ള പങ്ക് എത്രയുണ്ടോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. സാർ, ഈ കളമശ്ശേരിയിലെ ഈ സ്കൂളുകളിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കുന്നത് ഇപ്പോൾ ഈ കളമശ്ശേരി പരിസര പ്രദേശങ്ങളിൽ ഒക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിശോധനകൾ ഇനി എങ്ങനെയായിരിക്കും? എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലം മാത്രമല്ല, പൊതു ഇടങ്ങളും ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലായിടത്തും നമ്മൾ വളരെ വ്യാപകമായ രീതിയിൽ നമ്മൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി പിടിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അത് നമ്മൾ എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പോലീസ് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ആ കുട്ടികൾ പിടിയിലായവർ പറയുന്നുണ്ടായിരുന്നു പോലീസ് അവരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? വളരെ ട്രാൻസ്പെറൻ്റ് ആയാണ്. കാരണം നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ടും ഒരു ക്യാമ്പസ് ആയതുകൊണ്ടും മതിയായ മുന്നൊരുക്കങ്ങൾ നടത്തി അവിടുത്തെ അധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങി ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ വീഡിയോഗ്രാഫും ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഭീഷണിയോ അവർക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിസ്തർക്കമായ കാര്യം. ഫോഴ്സ് ചെയ്ത് പോലീസിന് പിടിക്കണമായിരുന്നെങ്കിൽ അവിടെ ധാരാളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളൂ. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് നമ്മളെല്ലാവരും മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ആ കാര്യങ്ങൾ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റുള്ളൂ. അവർ ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മൾ അവരുടെ കൈവശത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ പൊസഷനിൽ നിന്ന് അവരുടെ റൂമിൽ നിന്നാണ് പിടിച്ചത്. അതുപോലെ ഈ 2 കിലോ പിടിച്ച റൂമിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ അവരെ അത് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ റൂട്ടിലേക്ക് തന്നെ പോയി എവിടെ നിന്ന് വന്നു, ആർക്കൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉള്ളതെന്ന് കൃത്യമായി അന്വേഷിച്ചത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഈ ഓടിപ്പോയ വിദ്യാർത്ഥികൾ ഓടിപ്പോയിരുന്നു സാർ? കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഇവർ ഈ പറഞ്ഞ 3 പേര് മാത്രമല്ല, കുറച്ച് പേര് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവരെക്കുറിച്ചും അവിടെ വന്നു പോകുന്നവരെക്കുറിച്ചും ഇതിനകത്ത് ഉൾപ്പെട്ടവരെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായ അന്വേഷണം നടത്തി എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് ബുക്ക് ചെയ്യും. ഇത്തരം കുട്ടികൾ ഈ അധ്യാപകരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല നിഗമനങ്ങളും പോലീസിനുണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ കാര്യം നമ്മൾ പരിശോധിക്കാവുന്നതാണ്.